ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കാരത്തിൽ മറവി സംഭവിച്ചിട്ടുണ്ട്. ഇതും ഒരു സംഭവമാണ്. വേറെ സംഭവം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു, അപ്പൊ മറവി സംഭവിച്ചു. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബിമാർ ചോദിക്കുന്ന ഒരു സംഭവം വേറെ വന്നിട്ടുണ്ട്. ഇത് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എന്ത് ചെയ്താണ്? സുജൂദ് ചെയ്താണ്. നിസ്കാരം കഴിഞ്ഞു. അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഓർമ്മപ്പെടുത്തുന്നു, യാ റസൂലല്ലാഹ് അഹദസ ഫി സ്വലാത്തി ശൈഉൻ, നിസ്കാരത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടില്ല. നബിക്ക് അപ്പോഴും എന്ത് ചെയ്തില്ല? ഓർമ്മ വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ ദാക്, എന്താ സംഭവിച്ചത്? അപ്പൊ സ്വഹാബിമാർ പറയാണ്, സ്വല്ലൈത കദാ വ കദാ, നബി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിസ്കരിച്ചത്, ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ട്. അപ്പൊ നിസ്കാരത്തിൽ എന്തെങ്കിലും മാറ്റം വഹി വന്നിട്ടുണ്ടോ എന്നാണ് സ്വഹാബിമാർ ചോദിക്കുന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നേരെ പോയി ഇരുന്നു, സഹ്വിന്റെ സുജൂദ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെ പോലെ മനുഷ്യനാണ്. ആ സംഭവത്തിൽ സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. അൻസാ കമാ തൻസൗൻ, നിങ്ങൾ മറക്കുന്ന പോലെ ഞാനും മറക്കും. നിങ്ങൾക്ക് മറവി സംഭവിക്കുന്ന പോലെ എനിക്കും ചെയ്യും മറവി സംഭവിക്കും. ഫൈദാ നസീതു ഫദക്കിറൂനി, ഞാൻ മറന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാ? എന്നെ ഓർമ്മപ്പെടുത്താന്നാ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണ്. ഇത് മനുഷ്യനെന്ന് പറയുമ്പോ നബി സാധാരണ മനുഷ്യനാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. നമ്മളെപ്പോലെ രക്തവും ചോരയും നീരുമുള്ള, വികാരമുള്ള, വിശപ്പുള്ള, കുടുംബമുള്ള മനുഷ്യനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിന്റെ വിഷയത്തിൽ നമ്മൾ അതിര് കവിയാൻ പാടില്ല. ചില ആൾക്കാർ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്. ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നബിയുടെ പ്രകാശമാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, നബിക്ക് നിഴലില്ല. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പറയുന്നുണ്ട്. അതിനൊന്നും എന്തില്ല, ഒരു അടിസ്ഥാനവുമില്ല. ഈ പറഞ്ഞ സംഗതികൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അതിരു കവിയലാണ്. അതിര് കവിഞ്ഞുകൊണ്ട് നബിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നബിയെ മദ്ഹ് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ലാ തുത്രൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, ഇബ്നു മറിയമിനെ, ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയത് പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്നെ പുകഴ്ത്തരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹ് വറസൂലു, അപ്പൊ എന്നെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഞാൻ അബ്ദുള്ളയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. വറസൂലു, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നിങ്ങൾ പറയണം. എന്റെ വിഷയത്തിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. നസാറാക്കൾ ഈസാ നബിയെ പുകഴ്ത്തി കൊണ്ടെത്തിച്ചതുപോലെ നിങ്ങൾ എന്റെ വിഷയത്തിൽ ഓവറാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മറവി സംഭവിച്ചിട്ടുണ്ട്. നബിയും മനുഷ്യനാണ്. എന്നാൽ നബിന്റെ പ്രത്യേകത എന്താണ്? നബിക്ക് വഹി വരുന്നു, നബിക്ക് മുഅ്ജിസത്തുണ്ട്, നബിയാണ്, റസൂലാണ്. അതാണ് പ്രത്യേകത. അതല്ലാതെ നബി പ്രകാശത്തിനുള്ള സൃഷ്ടിയല്ല. അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിക്കുന്നത്.